നമസ്തേ. 5/7/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മേടം, തുലാം രാശിക്കാർക്ക് ശുഭവും, ഇടവം, മിഥുനം, കന്നി, മകരം കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും, ചിങ്ങം, ധനു, കുംഭം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചികം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി എന്നോട് ചോദിച്ചൊരു കമൻറ്റിലൂടെ ചോദിച്ചു, വീട്ടിൽ കുരങ്ങ് വന്നാൽ വീട്ടിലിങ്ങനെ കുരങ്ങ് വന്നു അത് ദോഷമാണോ എന്നാണ്. ശരിക്കും അങ്ങനെ ഒന്നും കരുതേണ്ടതില്ല. നമ്മുടെ വീട്ടിലൊരു കുരങ്ങ് വന്നു എന്നുള്ളത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിലൊരു ജീവി വരുമ്പോൾ അതിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് തുടർന്ന് വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്ത് ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. അതിനാ രീതിയിൽ മാത്രം കണ്ടാൽ മതി, ദോഷകരമായി കരുതണ്ട. ഏത് ജീവി വീട്ടിൽ വന്നാലും അതിന് ഭക്ഷണം കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ്. കാരണം ഏത് ജീവിയിലും ഈശ്വരൻ്റെ അംശമുണ്ട്. ഈശ്വരാംശമില്ലാത്തതായിട്ട് ഒന്നും ഈ പ്രകൃതിയിലില്ല. അതുകൊണ്ട് നമ്മളതിനെ ഒന്നും ദോഷമായിട്ട്, ഈശ്വരാംശമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് അതിന് കൊടുത്താലും അത് ഗുണകരവുമാണ്. അപ്പോൾ ഈശ്വരൻ്റെ അംശങ്ങളാണ് അവയെല്ലാം എന്ന് മനസ്സിലാക്കുകയും പ്രകൃതിയിലെ സർവ്വതിലും ഈശ്വരനെ കാണാൻ നമ്മൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നത്, അഥവാ ഈശ്വര അനുഗ്രഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് വസ്തുവും ഈശ്വരൻ്റെ തന്നെ രൂപങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതിനെ ആ രീതിയിൽ കാണുക. നമുക്കതിനെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹായിക്കണ്ട, ഉപദ്രവിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് ഉപദ്രവമാണെങ്കിൽ മാത്രം അതിനെ വലിയ ഉപദ്രവമില്ലാത്ത രീതിയിൽ ഓടിച്ചു വിടുക. ഏതാണെങ്കിലും ഏത് ജീവിയിലും ഈശ്വരൻ്റെ അംശമുണ്ട്. ഈശ്വരൻ്റെ അംശമില്ലാത്തതായ ഒന്നും തന്നെ ഈ പ്രകൃതിയിലില്ല. അതുകൊണ്ട് നമ്മളതിനെ ഉപദ്രവിക്കണ്ട, ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടെന്ന് പറയാനില്ല. ഇനി എന്തും ഒരു പരിധി വരെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളും ബാധകമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്ത് വന്നാലും അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുക. അതൊക്കെ പ്രകൃതിയുടെ ഭാഗമായി ചിന്തിക്കുക ഒക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. കൃത്യമായി നാമം ജപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു കുടുംബമാണെങ്കിൽ ഈ വക ദോഷങ്ങളൊന്നും തന്നെ ഭാഗ്യമായി പ്രതീക്ഷിക്കേണ്ടതില്ല, ഉണ്ടാവില്ല. പിന്നെ ജാതകദോഷത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നോക്കി വേണ്ടത് ചെയ്യും. ഇതാണ് ഇതിന് എനിക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ളൊരു കാര്യം, ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല. നിങ്ങൾ ഇത് തുടർച്ചയായി ലഭിക്കാനായിട്ട് ഇതിലെന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നെ വിളിച്ച് നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഇത് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത്, താല്പര്യമുള്ളവർ ഇത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി. മേടൻ രാശിക്കാർക്ക് ശുഭകരമാണ്. പൊതുവേ ഒരാത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. അലസതയൊന്നും ഉണ്ടാവില്ല. ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും. പൊതുവെ ആരോഗ്യകാര്യത്തിൽ ഒരു ഉണർവും ഉന്മേഷവുമൊക്കെ അനുഭവപ്പെടും. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും മനസ്സും ബുദ്ധിയൊക്കെ നല്ല ചിന്തകളും നല്ല ബുദ്ധിയുമൊക്കെ ഉണ്ടാകും.
മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ടും കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കടബാധ്യതയും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് വാക്കുകൾ മൂലം ചില നേട്ടങ്ങളും ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടമുണ്ടാകും. വായ്പ വാങ്ങുവാനോ കൊടുക്കുവാനോ അനുകൂലമായ ദിവസമല്ല മേടക്കൂറുകാർക്ക് ഇത്. കടം കൂടുതൽ വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. അതുകൊണ്ട് വായ്പ വാങ്ങാനൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല. മക്കൾ ചെറിയ കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ മക്കളുമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, മാതൃപിതൃസ്ഥാനീയരൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മ എന്ന് പറയാൻ കഴിയില്ല. തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ മനസ്സിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അലസത ഉണ്ടാവും. ആരോഗ്യ കാര്യത്തിൽ അത്ര മേന്മയൊന്നും ഉണ്ടാവില്ല. പിത്ത സംബന്ധമായ അസുഖങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, തളർച്ച ഇതൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ മനസ്സ് അനുകൂലമായിരിക്കും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. എങ്കിലും ദോഷമൊന്നുമില്ല. ഒരഭിപ്രായ ഐക്യത്തോടു കൂടി കുടുംബത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. എന്നാൽ ചെയ്യാൻ കഴിയും. അഭിപ്രായ സ്ഥിരതയും എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനും കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കടബാധ്യതകൾ വരും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. ആവശ്യമില്ലാതെ അഭിപ്രായങ്ങൾ പറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് നോക്കി തൻ്റെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്ന രീതിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കണം. വാക്കുകൾ മൂലം പല ദോഷങ്ങളുണ്ടാവും. കൂടാതെ സാമ്പത്തികമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ്. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ ലഭിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല. ചെറിയ തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ വരും ഈ ദിവസം. എന്നാൽ പുതിയ അവസരങ്ങൾ കണ്ടെത്തുന്നതിനും പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പുതിയ തൊഴിൽ മേഖലകളെ സൃഷ്ടിക്കുന്നതിനുമൊക്കെ ഈ ദിവസം അനുകൂലമാണ്. എങ്കിലും ചില തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്യും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില സ്ഥിതിയൊക്കെ ഉണ്ടാവും. എങ്കിലും തൊഴിലാളികളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുകൂലമല്ലാത്ത സുഹൃബന്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. മിഥുനം മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ്. ആരോഗ്യ കാര്യങ്ങളൊന്നും അത്ര മേന്മയുള്ളതല്ല. പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാവും, ഒരു ക്ഷീണം അനുഭവപ്പെടും. നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ അലർജി സംബന്ധമായ ജലദോഷം പോലുള്ള അസുഖങ്ങൾ, ആസ്തമ, മാനസികമായ അസ്വസ്ഥതകൾ, ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒന്നിനും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ഒരു അഭിപ്രായ സ്ഥിരതയൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും. മനസ്സിന് ഒരു സുഖം കിട്ടാത്ത ദിവസമായിരിക്കും. അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിന്തകളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ്. ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദിവസമാണ്. അതിനെക്കുറിച്ച് ആലോചിക്കാം. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ശത്രുക്കളായിട്ട് മാറിയിട്ടുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ ബന്ധുക്കളുടെ കുടുംബങ്ങളൊക്കെ ഒന്ന് സന്ദർശനം നടത്തി ബന്ധങ്ങളെയൊക്കെ ഊട്ടിയുറപ്പിക്കാൻ അനുകൂലമായ സമയമാണ് മിഥുനം രാശിക്കാർക്ക്. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ഉറപ്പിക്കുന്നതിന് ഈ സമയം ഉപയോഗിക്കാം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. അശ്രദ്ധ മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. എന്നാൽ മക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അത്ര അനുകൂലമല്ല. മിഥുനക്കൂറുകാർക്ക് ഒരു കാരണവശാലും മിഥുനക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇനി കർക്കിടകം. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ്. വളരെ ദോഷമുള്ള സമയമാണ്. ഈശ്വരാധീനമൊക്കെ ഉണ്ടാക്കി നാമമൊക്കെ ജപിച്ച്, ഈശ്വരനാമമൊക്കെ ജപിച്ച് ഭഗവാനെയൊക്കെ നന്നായിട്ട് മനസ്സിലാരിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് വേണം തൻ്റെ കർമ്മമേഖലയിലേക്ക് പ്രവേശിക്കാൻ ആ ദിവസം. കാരണം കർക്കിടകം രാശിക്കാർക്ക് വളരെ മോശമായ ഒരു സാഹചര്യമാണ് ചാരവശാലുള്ളത്. ജാതകം കുറച്ച് അനുകൂലമാണെങ്കിൽ ഒരു മധ്യമാവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്തായാലും ദൈവാധീനം ഉണ്ടാക്കി മുന്നോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. ആരോഗ്യകാര്യം ഒരു പൊതുവെ മോശമാണ്. പാർശ്വവാദികൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മൂലം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ശരീരത്തിന് പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന സമയമാണ്. ക്ഷീണം ഉണ്ടാകും, പൊള്ളൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ അസുഖങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വളരെ നിയന്ത്രിച്ച് കഴിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മനസ്സ്, ബുദ്ധിയൊന്നും അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ ഗർഭാവസ്ഥയിലുള്ളവരും ഗർഭാശയ രോഗങ്ങളുള്ളവരൊക്കെ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. അലർജി സംബന്ധമായ അസുഖങ്ങളെ കരുതിയിരിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ്. മറ്റുള്ളവരുമായിട്ട് കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ, ധനനഷ്ടം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എടുത്തുചാടി അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. വളരെ ചിന്തിച്ച് മാത്രം വാക്കുകൾ പറയുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ധനനഷ്ടമൊക്കെ വരും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കാനും പറ്റുമെങ്കിൽ പരമാവധി വാക്കുകൾ കുറച്ച് ഉപയോഗിക്കുവാനും കർക്കിടകക്കൂറുകാരെ ഈ ദിവസം ശ്രമിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും തന്നെ അത്ര അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യത്തിലോ മറ്റോ ഉണ്ടാവും.
ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥയുണ്ടാവും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അനുചിതമായ സുഖബന്ധങ്ങളിൽ ചെന്ന് ചാടുകയോ അനുചിതമായ സാഹചര്യങ്ങൾ ഈ ദിവസം സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യണം. കാരണം അപമാനം അപകീർത്തിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് കർക്കിടകക്കൂറുകാർക്ക്. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യകാൽഭാഗം. ചിങ്ങം രാശിക്ക് ദോഷകരമായ ദിവസമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യം അനുകൂലമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യും. എന്തും എടുത്തു ചാടുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ ഐക്യത്തോടെ അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ആരോഗ്യപരമായ ചില നേട്ടങ്ങളും ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. ഭൂമി സംബന്ധമായി ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട സമയമാണ് ചിങ്ങക്കൂറുകാരെ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക. എന്തെങ്കിലും രീതിയിൽ ഒരു കലകാന്തരീക്ഷമൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് തോന്നിയാൽ അവിടെ നിന്ന് മനഃപൂർവ്വം മാറിപ്പോവുക. അഭിപ്രായം രേഖപ്പെടുത്തി വിജയിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അത് ദോഷത്തിലേക്ക് തിരും ഈ ദിവസം. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി മാറിപ്പോവുക. അങ്ങനെ എല്ലാ കലഹ സാഹചര്യങ്ങളെയും ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപത്തെ വളരെ അധികം നിയന്ത്രിക്കുക. മനസ്സ് പൊതുവെ അനുകൂലമായതുകൊണ്ട് അതിനൊക്കെ കഴിയുകയും ചെയ്യും. സഹോദര സ്ഥാനീയര്, അതുപോലെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരൊന്നും തന്നെ അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉണ്ടാകും. മക്കൾ അനുകൂലമായിരിക്കും. എന്നാൽ ജീവിത പങ്കാളി അനുകൂലമല്ലാത്തതുകൊണ്ടും കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. തൊഴിൽ മേഖലയിലും അത്ര മേന്മയില്ല. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. പക്ഷെ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ മേന്മ ഉണ്ടാകുകയും ചെയ്യും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ രംഗത്ത് പോകാതിരിക്കാനായിട്ട് ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബ സ്വസ്ഥതയൊക്കെ കിട്ടണമെങ്കിൽ അതും ഇതൊക്കെ ഒഴിവാക്കാൻ നന്നായിരിക്കും. കാരണം ലഹരി ഉപയോഗിക്കുമ്പോൾ ആ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ലല്ലോ, അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരുന്നവർക്ക്, ചിലപ്പോൾ ഗതികേട് കൊണ്ട് നിൽക്കേണ്ടി വരുന്നവർക്ക് എന്നുകൂടെ ചേർക്കുന്ന കുഴപ്പമില്ല, അവർക്കൂടെ ദുരിതം ഉണ്ടാക്കുമല്ലേ. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു മറ്റുള്ളവർക്ക് ദുരിതമാകുന്നുവെങ്കിൽ അതൊന്ന് ഒഴിവാക്കൂ. ആ കുടുംബത്തിലുള്ള സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇത് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ മേന്മയൊന്നും ഉണ്ടാവില്ല, ദുരിതങ്ങളുണ്ടാവും എന്നല്ലാണ്ട് സർക്കാരിന് നേട്ടമുണ്ടാവും. കാരണം അവരാണല്ലോ ഇപ്പം ഇതിൻ്റെയൊക്കെ ഏജൻറ്റുകൾ. അതുകൊണ്ട് കാരണം അവർ വഴിയാണല്ലോ എല്ലാം കിട്ടുന്നത്. മദ്യവും ഒക്കെ ഇഷ്ടംപോലെ കൊടുക്കുന്നവരാണ്. അതിൻ്റെ ലാഭവും അവർക്കാണല്ലോ. അതിൻ്റെ മേന്മയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിന്, സമൂഹത്തിൻ്റെ ജീവിതത്തിന്, സ്വന്തം നിലനിൽപ്പിന് ദോഷമാണെന്ന് കരുതി അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ചിങ്ങക്കൂറുകാർ, പ്രത്യേകിച്ച് ഈ ദിവസം. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ അനുകൂലമാണ്. ആത്മവിശ്വാസത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. ഒന്നിനും ഒരു സംശയമൊന്നുമില്ലാതെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. വേണ്ട സമയത്ത് അത് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കും. ആരോഗ്യമൊക്കെ മേന്മയുള്ളതായിരിക്കും. പക്ഷേ മനസ്സ്, ബുദ്ധി അത്ര അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായ എടുത്തുചാട്ടം അല്ലെങ്കിൽ തിടുക്കത്തിലുള്ള തീരുമാനമെടുക്കൽ ചില നഷ്ടങ്ങളിലെത്തിക്കും. അതുകൊണ്ട് അങ്ങനെ എടുക്കരുത്. ഒരു ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരികയാണെങ്കിൽ ഒന്ന് അത്യാവശ്യം വേണ്ട അതിനെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികളോട് സംസാരിച്ച് ഒരു ഉറപ്പുണ്ടാക്കിയിട്ട് തീരുമാനം ഉണ്ടാക്കിയാൽ മതി. രാവിലെ തന്നെ പറയണമെന്നില്ല, വൈകിട്ട് പറഞ്ഞാലും മതിയല്ലോ. അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ഒരഭിപ്രായ സ്ഥിരത പല കാര്യങ്ങളിലും ഉണ്ടാകില്ലാത്തൊരു ദിവസം കൂടെയാണ്. അതേപോലെ ആസ്തമ, മാനസികാസ്വസ്ഥ, ഗർഭാശയ രോഗങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവർ, വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്
ഇത് അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ പലതും നിയന്ത്രിച്ചു പോകാനായിട്ട് കഴിയും. സുഹൃത്തുക്കൾ അനുകൂലമല്ല. ബന്ധുക്കളും അത്ര അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അതേപോലെ ഈ ത്വക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർ, ഈ ഞരമ്പുകളൊക്കെ തടിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അതുമൂലമുള്ള പ്രയാസങ്ങൾ വർദ്ധിക്കുന്ന ദിവസമാണ്. ധനപരമായ നഷ്ടമുണ്ടാകും. മക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതിനൊക്കെ പരിഹരിച്ചു കൊണ്ടുവരാൻ കഴിയും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ടാകും. മേലുദ്യോഗസ്ഥർ തൊഴിൽ മേഖലയിൽ പൊതുവെ അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമെങ്കിലും സഹപ്രവർത്തകർ, തൊഴിലാളികൾ അതിന് അനുകൂലമായി നിന്നു വരില്ല. അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കന്യാക്കൂറുകാർക്ക് ഉണ്ടാകും. തുലാം രാശി ഗുണകരമായ ഒരു ദിവസമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ലാത്ത ദിവസങ്ങളാണ്. കുറച്ചു കാലത്തേക്കും കൂടെ ഒരു ആത്മവിശ്വാസമില്ലായ്മയും അനാവശ്യമായ ഭയവും മനസ്സിലുണ്ടാകുന്ന ദിവസമാണ്. ഈ ആവശ്യമില്ലാത്ത ഭയങ്ങളെയൊക്കെ ഒന്ന് മാറ്റുക. അതേപോലെ എല്ലാ കാര്യത്തിലും അലസതയും സംശയവും ഒക്കെ വരും. പിത്തരോഗങ്ങൾ, ഉദരരോഗങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആഹാര കാര്യങ്ങളിലൊക്കെ തുലാക്കൂറുകാർ വളരെയധികം ഒരു നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ്. പൊതുവെ ഒരു ക്ഷീണവും ശക്തിക്ഷയവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും തുലാക്കൂറുകാർക്ക്. എന്നാൽ അവർക്ക് മനസ്സ്, ബുദ്ധി ഒക്കെ അനുകൂലമാണ്. വേണ്ടത് വേണ്ട രീതിയിലൊക്കെ ചെയ്യാനും തോന്നും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. എന്നാൽ പിതൃസ്ഥാനീയർ, തൊഴിൽരംഗത്ത് മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ്. ശത്രുക്കളായിട്ടുള്ളവരെ ഒന്ന് സംസാരിച്ച് മിത്രങ്ങളാക്കി മാറ്റാൻ കഴിയും. പുതിയ മിത്രങ്ങളെ കണ്ടെത്താനായിട്ട് കഴിയും. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാം. അതേപോലെ പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുവാനും പുതിയ തൊഴിൽ അല്ലെങ്കിൽ നിലവിലുള്ള തൊഴിലിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും പുതിയ തൊഴിലിന് വേണ്ടിയുള്ള പഠനം നടത്തുവാനും പഠിക്കുവാനും ചില കോഴ്സുകളൊക്കെ ചെയ്യുവാനും ഒക്കെ അനുകൂലമായ സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അല്പം മനസ്സിന് പ്രയാസകരമായ അവസ്ഥ തുലാക്കൂറുകാർക്കുണ്ടാവും. ഈ അലർജി രോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ത്വക്ക് രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വൃശ്ചികക്കൂറ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല. എങ്കിലും അവരുടെ മനസ്സ്, ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ഒരു അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും. പക്ഷേ ആ അഭിപ്രായ സ്ഥിരത ചിലപ്പോൾ നല്ലതായിരിക്കില്ല. കാരണം പല കാര്യങ്ങളിലും എടുത്ത് ചാടി എന്തെങ്കിലുമൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരു പക്വതയില്ലാത്ത അഭിപ്രായങ്ങളായിരിക്കും അന്നുണ്ടാകുക. അതുകൊണ്ട് അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്താൻ. അലസത ഉണ്ടാവും, ആരോഗ്യക്കുറവുണ്ടാകും. പൊതുവെ രോഗങ്ങൾ പൊതുവെ പല രീതിയിൽ രോഗങ്ങളുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ഉദരരോഗമുള്ളവരും ഗർഭാവസ്ഥയിലുള്ളവരുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില നഷ്ടങ്ങൾ വരും.
ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, കടബാധ്യത വർദ്ധിക്കും, മറ്റുള്ളവരുമായി കലഹമുണ്ടാകും, മുൻകോപം മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും, ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല, വാക്കുകൾ വളരെ പ്രയാസങ്ങളുണ്ടാക്കും, വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളും വരും. അതുകൊണ്ട് ആവശ്യമില്ലാത്തിടത്ത് വാക്കുകൾ പ്രയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, പരമാവധി വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. കലഹാവസ്ഥയൊക്കെയാണ് എന്ന് കാണുകയാണെങ്കിൽ, വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും അവിടെ നിന്നൊന്ന് മാറിപ്പോകാനായിട്ട് മനഃപൂർവ്വം ബോധപൂർവം ശ്രമിക്കുക. നേരത്തെ തന്നെ തീരുമാനിച്ചു വയ്ക്കുക, ഇന്ന് എന്തെങ്കിലും ഒരു കലഹാവസ്ഥയാണ് തോന്നുന്നതെങ്കിൽ അവിടെ നിന്നാണ് മാറിപ്പോയേക്കാന്ന്. അപ്പോഴേ അങ്ങ് മാറിപ്പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നേരത്തെ തീരുമാനിച്ചു വെച്ചാൽ ഇങ്ങനെ അവസ്ഥ കാണുമ്പോൾ അഭിപ്രായം പറയാതെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല, ധനപരമായ നഷ്ടമുണ്ടാവും, കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനം ഉണ്ടാവില്ല, ജീവിത പങ്കാളി മക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല, ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും, കേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില പരാജയങ്ങൾ സംഭവിക്കാം. തൊഴിൽ മേഖലയും അനുകൂലമല്ല, തൊഴിൽ രംഗത്ത് മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. വളരെ ശ്രദ്ധ ആ കാര്യത്തിൽ വൃശ്ചികക്കൂറുകാർ കൊടുക്കണം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും പൊതുവെ അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും, മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ എല്ലാത്തിലും ഒരു ആത്മവിശ്വാസക്കുറവും അലസതയും കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നതുമായൊരു സ്വഭാവം, പൊതുവെ ഒരു ആരോഗ്യക്കുറവ്, ഇതൊക്കെ അനുഭവപ്പെടും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല, ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും, വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാവൂ, ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിച്ച് കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല, അവരുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കുന്നതിന് കുഴപ്പമില്ല, അത് സ്വീകരിക്കുന്നതിന് മുമ്പ് 2 വട്ടമെങ്കിലും ആലോചിക്കണം. ധനപരമായി നേട്ടങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെങ്കിലും ധനരംഗം അനുകൂലമാണ്. മക്കൾ അനുകൂലമാണ്. ജീവിത പങ്കാളിയുമായി ചെറിയ കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. മകരക്കൂറ്, ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറിന് ദോഷകരമായ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് കേട്ടോ. മകരക്കൂറ് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. അവർക്ക് പൊതുവെ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും, അലസതയൊന്നും ഉണ്ടാവില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാനൊക്കെ തോന്നും. എങ്കിലും മനസ്സ് അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് അനാവശ്യ ചിന്തകൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, എന്തെങ്കിലും രാവിലെ ചെറിയൊരു മനസ്സിന് പ്രയാസം ഉണ്ടാകുന്ന കാര്യം കേട്ടാൽ പിന്നെ അത് അന്നത്തെ ദിവസം മുഴുവൻ പ്രശ്നമാകുന്ന രീതി, അതൊക്കെ ഒന്ന് മനഃപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുക. മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കുക. ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമല്ല, എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. വാക്കുകളിൽ വളരെയധികം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമൊന്നുമല്ല. അവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കാം, പക്ഷേ അത്ര സീരിയസ് ആയിട്ട് അതൊന്നും എടുക്കണ്ട. സ്വന്തം തീരുമാനത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് മകരക്കൂറുകാർ ശ്രമിക്കുക. കാരണം അതിനവർക്ക് ഈ ദിവസം കഴിയുകയും ചെയ്യും. മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മതി. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളി അനുകൂലമാണ്, എന്നാൽ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും അനുചിതമായ സുഖബന്ധങ്ങൾ ചെന്ന് ചാടരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യ 3/4 ഭാഗം. കുംഭക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. ആരോഗ്യം അനുകൂലമല്ല, മനസ്സും അനുകൂലമല്ല. മാതൃപ്രതിസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ഒരു കാര്യത്തിലും ഒരു അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ആരോഗ്യ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിലുള്ളവരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ശത്രുക്കൾ മൂലമുള്ള ദോഷം ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ട് അതിൻ്റെ മേന്മയുണ്ടാകും. സാമ്പത്തികമായി അനുകൂലമാണ്.
ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ കിട്ടും. പക്ഷേ തൊഴിൽ രംഗം അത്ര അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഇനി മീനക്കൂറ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് കഠിന ദോഷമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സും ഒന്നും അനുകൂലമല്ല. ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസതയായിരിക്കും. പിത്ത വാത രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്നിനോടും ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും. കടബാധ്യതയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ കഴിയും. വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകൾ മൂലം ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. തൊഴിൽരംഗം അത്ര മേന്മയുള്ളതൊന്നുമല്ല. മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇതൊരു പൊതുഫലമാണ്. അത് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.